IPL താരലേലത്തിൽ ശ്രേയസ് അയ്യർക്ക് റെക്കോർഡ് തുക. IPL ചരിത്രത്തിലെ ഏറ്റവും വലിയ തുകയായ 26.75 കോടി രൂപയ്ക്ക് പഞ്ചാബ് കിങ്സ് ആണ് ശ്രേയസിനെ ടീമിലെത്തിച്ചത്. അർഷ്ദീപ് സിംഗിനെ 18 കോടിക്കും പഞ്ചാബ് ടീമിലെത്തിച്ചു. ജോസ് ബട്ട്ലറിനെ 15.75 കോടിക്കും റബാഡയെ 10.75 കോടിക്കും ഗുജറാത്ത് ടീമിലെത്തിച്ചു. വിവരങ്ങളുമായി ഗൗതം ആമ്രകുഞ്ചമാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ഗൗതം, മെഗാ ലേലം IPL ലേലം നടക്കുകയാണ്. ഈ മെഗാ താരലേലത്തിൽ പണം വാരിയെറിയുകയാണ് പഞ്ചാബ്. ശ്രേയസിന് ഇപ്പോൾ ഇവിടെ നേട്ടമായത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതി, ഇപ്പോൾ ഈ താരലേലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവേശകരമായ ലേലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ശ്രേയസ് അയ്യരെ മറികടന്നുകൊണ്ട് ഋഷഭ് പന്ത് വലിയ തരത്തിലേക്ക് ഉയർന്നു വരികയാണ്. റെക്കോർഡ് തുകയിലേക്ക് ശ്രേയസ് അയ്യരെ മറികടന്നുകൊണ്ട് പന്ത് എത്തുന്നു. ലക്നോ സൂപ്പർ ജയൻസ് 27 കോടി രൂപയ്ക്ക് ഇപ്പോൾ ഋഷഭ് പന്തിനെ സ്വന്തമാക്കിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത താരലേലവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. നേരത്തെ ഡൽഹി ക്യാപിറ്റൽസിനും അതോടൊപ്പം തന്നെ പഞ്ചാബ് കിങ്സ് 11 ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ബാറ്റ്സ്മാനെ ആവശ്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇരുവരും തമ്മിൽ ശ്രേയസ് അയ്യർക്ക് വേണ്ടി കടുത്ത പോരാട്ടം നടന്നത്. എന്നാൽ ഇപ്പോൾ ലക്നോ സൂപ്പർ ജയൻസ് അതിനൊക്കെ മറികടന്നുകൊണ്ട് ഋഷഭ് പന്തിന് വേണ്ടി വലിയ വാശിയേറിയ ലേലം വിളിയാണ് നടത്തിയത്. അതിനൊടുവിൽ അവർ 27 കോടി രൂപയ്ക്ക് ഋഷഭ് പന്തിനെ സ്വന്തം ടീമിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു കംബാക്ക് നടത്തുന്ന ഋഷഭ് പന്ത് മികച്ച രീതിയിൽ കളിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ IPL അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ സംബന്ധിച്ചും ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. ആ പ്രകടനം തുടർന്ന് ലക്നോ സൂപ്പർ ജയൻസിന്റെ ഭാഗമായി നിലനിർത്തണമെന്നാണ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്ക് ആ ലേലമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഏറ്റവും വലിയ റെക്കോർഡ് തുകയ്ക്ക് ഋഷഭ് പന്താണ് ഇപ്പോൾ പോയിരിക്കുന്നത്. 27 കോടി രൂപയാണ് ഋഷഭ് പന്തിന് ഈ IPL താരലേലത്തിൽ നേടാനായത്. തൊട്ടുപുറകിൽ മറ്റൊരു ഇന്ത്യൻ താരം തന്നെ ശ്രേയസ് അയ്യരാണുള്ളത്. 26.75 കോടി രൂപയ്ക്ക് ശ്രേയസ് അയ്യരെ കിങ്സ് 11 പഞ്ചാബും സ്വന്തമാക്കിയിരിക്കുന്നു. കിങ്സ് 11 സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യാപ്റ്റൻ കം ബാറ്ററെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസിനും ക്യാപ്റ്റനെ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ശ്രേയസ് അയ്യർക്ക് വേണ്ടി അത്തരത്തിലൊരു മത്സരം നടന്നത്. കിങ്സ് 11 പഞ്ചാബ് 2 താരങ്ങൾ നിലനിർത്തിക്കൊണ്ട് മറ്റു താരങ്ങളൊക്കെ റിലീസ് ചെയ്തിരിക്കുകയാണ് ഈ ലേലത്തിലേക്ക്. അതുകൊണ്ട് തന്നെ ഒരു ക്യാപ്റ്റൻ, പ്രത്യേകിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ള ക്യാപ്റ്റൻ കം ബാറ്ററായി ശ്രേയസ് അയ്യർ ഉള്ളപ്പോൾ ശ്രേയസിനെ സ്വന്തമാക്കാനാണ് വാശിയേറിയ ഒരു പോരാട്ടം തന്നെ ലേലം നടത്തിയത്. അതിനൊടുവിൽ അവർ സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഋഷഭ് പന്തിന് വേണ്ടിയിട്ടുള്ള ലേലമാണ് ഈ IPL താരലേലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന താരലേലത്തിൽ ഏറ്റവും വലിയ റെക്കോർഡിലേക്ക് മാറുന്നത്. 27 കോടി രൂപയ്ക്ക് ഋഷഭ് പന്തിനെ ഇപ്പോൾ ലക്നോ സൂപ്പർ ജയൻസ് സ്വന്തമാക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത താരലേലവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. സ്വാതി, അതേ, IPL ആവേശ താരലേലം നടക്കുകയാണ്. ഋഷഭ് പന്തിനെ റെക്കോർഡ് തുകയ്ക്ക് 27 കോടിക്ക് ലക്നൗ സ്വന്തമാക്കിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ശ്രേയസ് അയ്യറുമുണ്ട്. ശ്രേയസിനെ ഡൽഹിയും സ്വന്തമാക്കിയിട്ടുണ്ട്.